നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ മത്സരം അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ്. തിരുവനന്തപുരത്തും ആറ്റിങ്ങൽ, തൃശ്ശൂർ, പാലക്കാട്, പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളാണ് അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്തോറും ഏവരുടെയും ചോദ്യം ഒരു കാര്യമാണ്: LDF എത്ര സീറ്റ് നേടും, UDF എത്ര സീറ്റ് നേടും എന്നുള്ളതല്ല. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ? തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമോ? ആറ്റിങ്ങൽ V മുരളീധരൻ വിജയിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. BJPയുടെ നില എന്താണെന്നറിയാനുള്ള താല്പര്യമാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോഴത്തെ നിലയനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലും 10% ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും LDFന് കനത്ത തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് സർവേയിൽ കാണുന്നത്. ആലപ്പുഴ ഉള്ളതുപോലും കൈവിട്ടു പോകാനുള്ള സാധ്യതയാണ്. കാരണം ആലപ്പുഴയിൽ മത്സരം മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് BJP കേന്ദ്ര നേതൃത്വം അറിഞ്ഞു തന്നെ ഇടപെട്ടിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ അവിടെ ഇറക്കിക്കൊടുത്തു. എന്തിന്? KC വേണുഗോപാൽ, ഹൈക്കമാൻഡ് ആയിട്ടുള്ള KC വേണുഗോപാലിനെ പരാജയപ്പെടുത്തണം. BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് അവിടെ അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് പോകുന്നത്. ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്നല്ല പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ അവിടെ BJPക്ക് ഒരടിത്തറ പാകും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരടിത്തറ പാകിയതാണ്. അടിത്തറ പാകിക്കഴിഞ്ഞപ്പോഴാണല്ലോ കേരളത്തിലെ BJPയിലെ ആ സീറ്റിന് വേണ്ടി മത്സരമുണ്ടായി കേന്ദ്ര സഹമന്ത്രിയായ മുരളീധരൻ അവിടേക്ക് ഇറങ്ങുകയും ചെയ്തു. അവിടെ അതിശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. കാരണം അടൂർ പ്രകാശും അതുപോലെ തന്നെ ജോയിയുമാണ്. മുഴുവൻ തിരുവനന്തപുരത്തെ CPMൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനവും ആറ്റിങ്ങൽ പ്രവർത്തിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ആറ്റിങ്ങൽ പിടിക്കണമെന്നുള്ളതുകൊണ്ട്. അടൂർ പ്രകാശ് ആണെങ്കിൽ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടില്ലാത്ത ആളാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രം ഉള്ള ഒരാളാണ് അടൂർ പ്രകാശ്. അതാണല്ലോ കോന്നിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ ആറ്റിങ്ങലെത്തി വളരെ നിസാരമായിട്ട് അങ്ങ് ജയിച്ചു പോയത്. അന്നൊരു UDF തരംഗമാണെങ്കിൽ പോലും അടൂർ പ്രകാശിന് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞു. ആ ഒരു മുന്നേറ്റം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ശക്തമായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് LDFന് കനത്ത തിരിച്ചടി ഉണ്ടാകും. LDF പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞത് അവർക്ക് CPM 15 സീറ്റിലാണ് മത്സരിക്കുന്നത്. 4 സീറ്റ് CPIക്ക് കൊടുത്തിരിക്കുന്നു, 1 സീറ്റ് കേരള കോൺഗ്രസിനുമാണ്. അതിൽ 12 സീറ്റെങ്കിലും നിലനിർത്തണം എന്നാണ് CPM ആഗ്രഹിക്കുന്നത്. അതിൽ അതിപ്രധാനമായിട്ടുള്ളതാണ് ആറ്റിങ്ങൽ, അതുപോലെ പാലക്കാട്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. കണ്ണൂർ, കാസർഗോഡും അവർക്ക് തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ്. അതുപോലെ ആലപ്പുഴ നിലനിർത്തണം എന്നുണ്ട്. പക്ഷേ LDFന് കനത്ത തിരിച്ചടി ഉണ്ടാകും. 19 സീറ്റിൽ UDFന് വിജയം ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ ഒരു സർവേയിൽ പറയുന്നത്. അതുപോലെ 1 സീറ്റിൽ BJP അക്കൗണ്ട് തുറക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് തിരുവനന്തപുരമാണോ ആറ്റിങ്ങലാണോ എന്നുള്ളതാണ് പ്രധാനം. പലരും നോട്ടം ഇട്ടിരിക്കുന്നത് തൃശ്ശൂരാണ്. പക്ഷേ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് അത്ര പെട്ടെന്ന് അങ്ങ് കരകയറാൻ പറ്റില്ല. കാരണം അവിടെ CPIയിലെ VS സുനിൽകുമാറാണ് മത്സരിക്കുന്നത്. സുനിൽകുമാർ ശക്തനായ കാൻഡിഡേറ്റാണ്. സുനിൽകുമാറിന് അവിടെ ഒരു നല്ല അടിത്തറയുണ്ട്. പക്ഷേ 2019 സുരേഷ് ഗോപി അവിടെ തൃശ്ശൂരിൽ പരാജയപ്പെട്ടിട്ടും അവിടെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ അതിനപ്പുറം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരാളാണ് VS സുനിൽകുമാർ. VS സുനിൽകുമാർ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരെയും പേരെടുത്ത് വിളിക്കത്തക്ക രീതിയിലുള്ള ഒരു പരിചയ സമ്പന്നതയാണ് അദ്ദേഹത്തിന് ഉള്ളത്. അത് സുരേഷ് ഗോപിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ആറ്റിങ്ങലാണോ തിരുവനന്തപുരമാണോ BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. അതുപോലെ തിരുവനന്തപുരത്ത് അതിശക്തമായ മത്സരമാണ്. ശശി തരൂരിനോട് എതിരിടാൻ പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇവർ തമ്മിലുള്ള മത്സരമാണിപ്പോൾ അവിടെ
നടന്നുകൊണ്ടിരിക്കുന്നത്. പന്നിയൻ രവീന്ദ്രൻ CPI എപ്പോഴും കുറച്ച് നാളായിട്ട് തിരുവനന്തപുരത്ത് 3-ാം സ്ഥാനത്താണല്ലോ. ആ 3-ാം സ്ഥാനം തന്നെ തുടരും എന്നുള്ളത് ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ ശശി തരൂരിന് അല്പം മങ്ങലുവേറ്റിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ 2 കേന്ദ്ര സഹമന്ത്രിമാർ മത്സരിക്കുകയാണ്, ആറ്റിങ്ങലും തിരുവനന്തപുരത്തും. എന്തായാലും ഇക്കുറി BJP ഒരു സീറ്റുമായിട്ട് കേരളത്തിൽ നിന്ന് കടന്നു ചെല്ലും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു വീറും വാശിയുമായിട്ടുള്ള മത്സരമാണ് കേരളമെമ്പാടും കാണുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും ആറ്റിങ്ങലും.